ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ നിലമ്പൂർ സുനിൽ. ഇന്ന് നമ്മൾ NSK രാഗപരിചയത്തിൽ പരിചയപ്പെടുത്തുന്ന രാഗം മോഹനം. ഏറ്റവും ജനപ്രിയമായ രാഗങ്ങളിൽ ഒന്നാം റാങ്കിൽ നിൽക്കുന്ന രാഗമാണ് മോഹനം. 28ാമത് അമ്മ രാഗമായ ഹരികാംബോജിയിലാണ് ഈ രാഗം ജനിക്കുന്നത്. ഇതല്ല കല്യാണിയിൽ ജന്യമെന്ന ഒരു തർക്കവും ഉണ്ട് ഈ രാഗത്തിന്. ഔഡവ രാഗമാണ്. 5 സ്വരങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലും വരുന്നുണ്ട്. ഔഡവ രാഗമാണ്. അതുപോലെ അമ്മ രാഗത്തിലെ സ്വരങ്ങൾ തന്നെ വഹിക്കുന്നത് കൊണ്ട് ഉപാംഗ രാഗമാണ്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്ധരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ധൈവതം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. കച്ചേരികളിലും പ്രധാനമായിട്ട് പാടുന്ന ഏറെയേറെ ജനപ്രിയമായ ഈ രാഗം ഒറ്റക്കേഴ്വിയിൽ തന്നെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന രാഗമാണ്. ആതുര സേവന രംഗത്ത് മ്യൂസിക് തെറാപ്പിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാഗങ്ങളിൽ ഒന്നാണ് മോഹനം. ആര് കേട്ടാലും ഇഷ്ടപ്പെടുന്ന അതിസുന്ദരമായ രാഗമാണ് മോഹനം. മോഹനത്തിൻ്റെ പുകഴ് പറഞ്ഞാൽ തീരില്ല. ധാരാളം കൃതികൾ, പാട്ടുകൾ 1 എപ്പിസോഡോ 2 എപ്പിസോഡോ 3 എപ്പിസോഡോ കൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര നിറഞ്ഞു നിൽക്കുന്ന രാഗമാണ് മോഹനരാഗം. ധാരാളം കൃതികൾ മോഹനരാഗത്തിലുണ്ട്. നമ്മൾ സംഗീത വിദ്യാർത്ഥികൾ സപ്തതാള അലങ്കാരങ്ങൾക്ക് ശേഷം ഗീതം പഠിച്ചു തുടങ്ങുമ്പോൾ മനോഹരമായ ഒരു ഗീതം മോഹനരാഗത്തിലുണ്ട്. വരവീണ മൃദുപാണി എന്ന ഗീതം. അതുപോലെ തന്നെ രാമനാഥപുരം ശ്രീനിവാസയ്യരുടെ നിന്നുകോരി എന്ന വർണ്ണം, ദീക്ഷിതരുടെ കാദംബരപ്രിയായേ എന്ന കൃതി, ത്യാഗരാജസ്വാമിയുടെ മോഹനരാമ എന്ന കൃതി, സ്വാതിരുനാളിൻ്റെ പരിപാഹിമാം നൃപരെ എന്ന കൃതി, ഊത്തക്കാട് വെങ്കടസുബ്ബയ്യരുടെ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ എന്ന കൃതി, GN ബാലസുബ്രഹ്മണ്യത്തിൻ്റെ സദാ പാലയമാ എന്ന കൃതി. എപ്പോഴും പ്രസന്നഭാവം സൃഷ്ടിക്കുന്ന രാഗമാണ് മോഹനം. എന്നാൽ എല്ലാ ഭാവങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്ന രാഗമാണ്. എല്ലാ സമയത്തും പാടാൻ പറ്റുന്ന മനോഹരമായ രാഗമാണ് മോഹനം. ഹിന്ദുസ്ഥാനിയിൽ തത്തുല്യമായ രാഗം ഭൂപാളി എന്ന് പറയുന്നു. ഈ രാഗം കല്യാൺ ധാട്ടിലാണ് ജനിക്കുന്നത്. ഗാന്ധാരം, പഞ്ചമം, താരഷഡ്ജം എന്നിവയാണ് ഗ്രഹസ്വരങ്ങൾ. ഋഷഭം, ഗാന്ധാരം, ധൈവതം എന്നിവയാണ് രാഗഛായ സ്വരങ്ങൾ. തമിഴ് സംഗീതത്തിൽ മുല്ലൈപ്പൻ എന്ന് മോഹനരാഗത്തെ പറയുന്നു. മോഹനരാഗത്തിൻ്റെ അതിമധുരമായ സഞ്ചാരത്തിലൂടെ നമുക്കൊന്ന് പോവാം. സരി ഗ പധ സ സധ പഗ രേ സ. മോഹനരാഗം 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 മോഹനരാഗം
മതിമോഹനരാഗം മോഹനരാഗം. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന, സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന, സ്വാഗതം കൃഷ്ണ. എത്രയോ ജനപ്രിയമായ, എത്രയോ മനോഹരമായ ഒരു കൃതിയാണിത്. അതുപോലെ തന്നെ GN ബാലസുബ്രഹ്മണ്യത്തിൻ്റെ സദാ പാലയ സാരസാക്ഷി, സദാ പാലയ സാരസാക്ഷി, സമാനരഹിത സമാനരഹിത മോഹനാംഗി, സദാ പാലയ സാരസാക്ഷി. വരവീണ മൃദുപാണി. ഇതൊന്നും കേൾക്കാത്ത ഒരു ഇന്ത്യക്കാരനുണ്ടാവില്ല. കാരണം അത്രയും ജനഹൃദയങ്ങളെ കീഴടക്കിയ കൃതികൾ, ഗീതങ്ങൾ ഒക്കെയാണ്. മോഹനരാഗം അത്രയും മധുരോധരമാണ്, അത്രയും വശ്യമാണ്. ഇനി ഗാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാ വാഗ്ഗേയകാരന്മാരും എത്രയോ അധികം പാട്ടുകളാണ് മോഹനരാഗത്തിൽ ചെയ്തിട്ടുള്ളത്. പറഞ്ഞാൽ തീരാത്തത്ര ഗാനങ്ങളാണ് മോഹനരാഗത്തിലുള്ളത്. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വയലാർ സാറിൻ്റെ രചനയിൽ നമ്മളുടെ ദേവരാജൻ മാഷ് ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. അത് അവരുടെ കൂട്ടുകെട്ടിൽ തന്നെ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ, ആ ഗാനം. ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരെ നീ, തെന്നലെ തെന്നലെ തെന്നലെ. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വിവാഹ തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ. ഇനി എത്രയോ മധുരോധരമായ മെലഡികളാണ് വയലാർ സാറും ദേവരാജൻ മാഷിൻ്റെ കൂട്ടുകെട്ടിൽ പിറന്നത്. ഉജ്ജയനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ആയിരം വില്ലൊടിഞ്ഞു, ആ ഗാനം. മധുചന്ദ്രികയുടെ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ. ദാസേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമെന്ന് പറയുന്ന ഗാനവും ഇതും വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലാണ് പിറന്നത്. അതുപോലെ ദേവരാജൻ മാഷും ഭാസ്കരൻ സാറിൻ്റെയും കൂട്ടുകെട്ടിലുള്ള മനോഹരമായൊരു ഗാനമാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി, ആ ഗാനം. അതുപോലെ ബാബുക്കയും ഭാസ്കരൻ സാറും കൂടി അറബിക്കടലൊരു മണവാളൻ, ആ ഗാനം. ഇനി രാഘവൻ മാഷ് ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ സാറിൻ്റെ കൂട്ടുകെട്ടിലുള്ളതാണ് കരിമുകിൽ കാട്ടിലെ
രജനി തൻ വീട്ടിലെ ആ ഗാനം. അതുപോലെ കരിക്കൊടിത്തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. അതും രാഘവൻ മാഷും ഭാസ്കരൻ സാറിൻ്റെ കൂട്ടുകെട്ടാണ് നമ്മുടെ ജാനകിയമ്മ മനോഹരമായി പാടിയതാണ്. അതുപോലെ ഇനി വയലാറും അതുപോലെ നമ്മളുടെ MS വിശ്വനാഥൻ സാറും കൂടി ചേർന്ന മനോഹരമായ ഒരു ഗാനമാണ് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. അതുപോലെ രാഘവൻ മാഷും ഭാസ്കരൻ സാറിൻ്റെയും സുന്ദരമായൊരു ഗാനമുണ്ട് മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ ആ ഗാനം. ഇനി ദക്ഷിണമൂർത്തി സ്വാമിയും ശ്രീകുമാരൻ തമ്പിയും ചേർന്ന മനോഹരമായ ഗാനമാണ് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ആ ഗാനം. ചിദംബരനാഥ് സാറും ഭാസ്കരൻ സാറും കൂടി ചേർന്ന മനോഹരമായ ഒരു മെലഡിയാണ് കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. എത്രയോ മനോഹരമായ മെലഡികളാണ്. അതുപോലെ രാഘവൻ മാഷിൻ്റെയും ഏറ്റുമാനൂർ ശിവകുമാർ സാറാണ് അതിൻ്റെ രചന. ഏതു നാട്ടിലാണോ. അതുപോലെ LPR വർമ്മ സാറിൻ്റെ സംഗീതത്തിലെ വയലാറിൻ്റെ രചനയിലൊരു ഗാനമുണ്ട് ഉപാസന ഉപാസന ഇതു ധന്യമാമൊരുപാസന ആ ഗാനം. ഇനി ഇത്തിരി കൂടി പഴമയിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രദർ ലക്ഷ്മൺ സാറിൻ്റെ സംഗീതത്തിൽ തിരുനായനാർക്കുറിച്ചി മാധവൻ നായർ രചിച്ച അതിമനോഹരമായ ഗാനങ്ങളുണ്ട് സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ആ ഗാനം അവരുടെ തന്നെ. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ ഗാനം. എല്ലാവരും പറഞ്ഞാൽ തീരില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോഹനരാഗത്തിൻ്റെ എത്ര പറയും അത്രയധികമാണ് മോഹനരാഗം. ജനപ്രിയ രാഗങ്ങളിലെ മോഹനത്തെ വെല്ലാൻ ഒരു രാഗമില്ല. അതാണ് മോഹനരാഗത്തിൻ്റെ ആ വൈഭവം. അർജുൻ മാഷും ശ്രീകുമാരൻ തമ്പി സാറും ചേർന്ന് അതിമനോഹരമായ ഒരുപാട് ഗാനങ്ങളുണ്ട്. നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ. ആഹാ, എന്തൊരു എത്ര ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള മെലഡികളാണതൊക്കെ. അതുപോലെ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു എന്നുള്ള ഗാനവും അവരുടെ കൂട്ടുകെട്ടിലുള്ളതാണ്. ഇനി വിദ്യാധര മാഷിലേക്ക് പോയാൽ എത്ര മെലഡികളാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. വിദ്യാധരൻ മാഷിൻ്റെ തേനോലുന്ന സംഗീതത്തിന് ഭാസ്കരൻ സാറിൻ്റെ വരികളാണ് അത്. അതുപോലെ വിദ്യാധരൻ മാഷിൻ്റെ മറ്റൊരു ഗാനമാണ്, അത് ദാമോദരൻ സാറാണ് എഴുതിക്കുന്നത്. കണ്ണുകളിൽ കവിത കളിയാടും പോലെ കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ. അതുപോലെ ശ്യാം സാറിൻ്റെ സംഗീതത്തിലെ യൂസഫ് അലി കച്ചേരിയുടെ വരികളാണ് മഞ്ഞേവാ മധുവിധുവേള. ഇനി രവീന്ദ്രൻ മാഷിലേക്ക് പോയി കഴിഞ്ഞാൽ മോഹനരാഗം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട രാഗങ്ങളിൽ ഒന്നാണ്. എത്രയോ ഗാനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. ഓരോ ഗാനങ്ങളും ഏറെയേറെ വ്യത്യസ്തമാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട ഗാനങ്ങളാണ്. ONV സാറിൻ്റെ കൂട്ടുകെട്ടിൽ അദ്ദേഹം ചെയ്ത മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ ചിത്രചേച്ചി പാടി രാജശില്പിയിൽ അറിവിൻ നിലാവേ ആ ഗാനം. അതുപോലെ മുലനേഴി സാറിൻ്റെ കൂട്ടുകെട്ടിൽ മുലനേഴി സാറിന് രചിച്ച ആകാശനീലിമ ആ ഗാനം. അതുപോലെ കൈതപ്രം സാറിൻ്റെ കൂട്ടുകെട്ടിൽ ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ ആ ഗാനം. അതുപോലെ സത്യനന്ദിക്കാട് രചിച്ച് രവീന്ദ്രൻ മാഷ് ചെയ്താണ്
കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ മോഹങ്ങളിൽ നീരാടുമ്പോൾ അതിലോരോ ഭാവം കണ്ണോട്. ആ ഗാനം. അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി സാറുമായിട്ട് കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി. ശശി ചിറ്റഞ്ഞൂർ സാറുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് ഓമനേ നീയൊരോമൽ എന്ന മനോഹരമായ ഗാനം. അതുപോലെ ONV സാറിൻ്റെ മറ്റൊരു കൂട്ടുകെട്ട് അവർ തമ്മിലുള്ളത് വാനം പാടി ഏതോ കാടെല്ലാം പൂക്കുന്നു വാനം പാടി. ആ ഗാനം. അതുപോലെ OV ഉഷ ചേച്ചിയുമായിട്ട് ഉള്ള കൂട്ടുകെട്ടിലാണ് ആരാദ്യം പറയും ആരാദ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ. ആ ഗാനം. അതുപോലെ തന്നെ കൈതപ്രം സാറിൻ്റെ മറ്റൊരു കൂട്ടുകെട്ടാണ് രവീന്ദ്രൻ സാറുമായിട്ടുള്ള കുപ്പിവള കിലുക്കിലക്കിണങ്ങിണല്ലോ എന്ന ഗാനം. അതുപോലെ പൂവച്ചൽ ഖാദർ സാറുമായിട്ട് രവീന്ദ്രൻ മാഷിൻ്റെ കൂട്ടുകെട്ടാണ് ഇനി എൻ്റെ ഓമലിനായൊരു ഗീതം. അതുപോലെ ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് രവീന്ദ്രൻ മാഷിൻ്റെ പിന്നെയും പാടിയോ രാപ്പാടി നീ. അതുപോലെ സുകുമാരമേനോനുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ. ഇനി ഗിരീഷ് സാറുമായിട്ട് മറ്റൊരു മനോഹരമായ ഗാനമാണ് രവീന്ദ്രൻ മാഷിൻ്റെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി. ആ ഗാനം. അതുപോലെ പൂവച്ചൽ ഖാദർ സാറുമായിട്ട് രവീന്ദ്രൻ മാഷിൻ്റെ മറ്റൊരു മനോഹരമായ ഗാനമാണ് സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. അങ്ങനെ പറഞ്ഞാൽ രവീന്ദ്രൻ മാഷിൻ്റെ എത്രയോ ഗാനങ്ങളാണ്. ഇനി ഒരുപാടുണ്ട്, തീരില്ല. മോഹനരാഗമാണ്. ഇനി ബോംബെ രവി സാറിലേക്ക് പോയാലും അദ്ദേഹത്തിനും വളരെ പ്രിയങ്കരമായ രാഗമായിരുന്നു മോഹനം. അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയകുമാർ സാറ് നമ്മളുടെ കളക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹം തുഞ്ചത്താചാര്യൻ്റെ സർവകലാശാലയുടെ ചാൻസലറാണ്. അത്രയും പ്രഗത്ഭനാണ്. അദ്ദേഹവും ഒരുപാട് വലിയൊരു കവിയാണ് അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായ രചനയിൽ ബോംബെ രവി സാറിൻ്റെ സംഗീതത്തിൽ മനോഹരമായ ഗാനമുണ്ട് ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ആ ഗാനം. അതുപോലെ യൂസഫ് അലി സാറുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗാനമാണ് വാതിൽ തുറക്കൂ നീ കാലമേ. അതുപോലെ രാമന്തളി സാറുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. ആ ഗാനം. ഇനി ONV സാറുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനമാണ് മോഹൻ രാഗത്തിലുള്ള. അത് നമ്മളുടെ ചിത്രചേച്ചിക്ക് 2ാമത്തെ ദേശീയ അവാർഡ് കിട്ടിയ ഗാനം കൂടിയാണ്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. ആ ഗാനം. അതുപോലെ ONV സാറുമായിട്ടുള്ള മറ്റൊരു കൂട്ടുകെട്ടിലുള്ള ഗാനമാണ് ആരെയും ഭാവഗായകനാക്കും പാർവണീന്ദുമുഖി പാർവതി ഗിരീശ്വരൻ്റെ. ആ ഗാനം. അത് യൂസഫ് അലി സാറുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ബോംബെ രവി സാറ്. അതുപോലെ കൈതപ്പുറവുമായിട്ടുമുണ്ട് അദ്ദേഹത്തിന് മനോഹരമായ ഗാനം ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ. അങ്ങനെ എത്ര ഗാനങ്ങളാണ് അദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ SP വെങ്കടേഷ് സാറിലേക്ക് പോയി കഴിഞ്ഞാൽ കൈതപ്പുറം SP വെങ്കടേഷ് സാറും പാടെ ചേർന്ന മനോഹരമായ ഗാനമാണ് മാരിക്കുളിരിൻ നീലത്തുളസി കതിരുകൾ. ആ ഗാനം. അതുപോലെ അവരുടെ തന്നെ മറ്റൊരു കൂട്ടുകെട്ടാണ് താരനൂപുരം ചാർത്തി മൂകയാമം ശ്യാമപരിഭവം പെയ്തു മഞ്ഞു വീണു. ആ ഗാനം. ഇനി ഇളയരാജാ സാറും ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണേ വീണേ വീണക്കുഞ്ഞേ. ആ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി സാറുമായിട്ട് ചേർന്ന് ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ. ആ ഗാനം. ഇനി കൈതപ്പുറം സാറിൻ്റെ
സംഗീതവും രചനയും ആഹാ, ആ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ, ആ ഗാനം. മോഹൻ സിത്താര സാറ് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് മോഹനരാഗത്തിൽ. കൈതപ്ര സാറിൻ്റെ കൂട്ടുകെട്ടിൽ പൊൻ കസവ് ഞൊറിയും എന്ന ഗാനം, അതുപോലെ യൂസഫലി കച്ചേരിയുടെ കൂട്ടുകെട്ടിൽ എൻ്റെ പേര് വിളിക്കയാണ് എന്ന ഗാനം, അതുപോലെ ONV സാറിൻ്റെ കൂട്ടുകെട്ടിൽ മോഹൻ സിത്താര സാറിൻ്റെ ചെമ്പരുന്തിൻ ചേലുണ്ടേ അയ്യ അമ്പനാട്ടെ ചെറുക്കന്ന്, ആ ഗാനം. ഇനി കൈതപ്ര സാറിൻ്റെ മറ്റൊരു രചനയാണ് ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. അതുപോലെ ജോൺസൺ മാഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിരിക്കുകയാണ്. ഷിബു ചക്രവർത്തിയുടെ കൂട്ടുകെട്ടിലാണ് ഇല്ലിക്കാടും മാലയമണിയും, ആ ഗാനം. അതുപോലെ ജോൺസൺ മാഷ് കൈതപ്രവും കൂട്ടുകെട്ടിൽ മായപ്പൊന്മാനെ, ആ ഗാനം. കൊല്ലം വിദ്യാധരൻ മാഷിൻ്റെ രചനയിൽ മുരളി സിത്താരയുടെ സംഗീതത്തിലുള്ളൊരു ഗാനമാണ് ഒരു കോടി സ്വപ്നങ്ങളായി, ആ ഗാനം. വിദ്യാസാഗർജി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒന്നാങ്കിളി വന്നാങ്കിളി പൊന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ, അത് BR പ്രസാദിൻ്റെ വരികളാണ്. അതുപോലെ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി, അത് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികൾ വിദ്യാജി ചെയ്തതാണ്. അതുപോലെ തന്നെ വിദ്യാജിയുടെ മറ്റൊരു ഗാനമാണ് വയലാർ ശരചന്ദ്രവർമ്മയാണ് അതിൻ്റെ വരികൾ. എന്താണെന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ, അത്. അതുപോലെ കൈതപ്രം സാറിൻ്റെ രചനയും കൈതപ്രം വിശ്വനാഥൻ സാറിൻ്റെ സംഗീതമാണ് എനിക്കൊരു പെണ്ണുണ്ട്, ആ ഗാനം. ഇനി ഒരുപാട് ഗാനങ്ങൾ ഔസേപ്പച്ചൻ സാർ ചെയ്തിട്ടുണ്ട്. എത്രയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അത് ഷിബു ചക്രവർത്തിയുടെ വരിയിലുള്ള മനോഹരമായ ഗാനമാണ് പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ, ആ ഗാനം. അതുപോലെ തന്നെ അവരുടെ കൂട്ടുകെട്ടിൽ തന്നെയുള്ളതാണ് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, ആ ഗാനം. അതുപോലെ ONV സാറും ഔസേപ്പച്ചൻ സാറും ചേർന്ന മനോഹരമായ ഗാനമാണ് നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സ്വപ്ന സംഗീതമേ എൻ്റെ സങ്കീർത്തനം, ആ ഗാനം. ധാരാളം മോഹനരാഗത്തിലുള്ള ഗാനങ്ങൾ തമിഴിലുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. നമ്മളുടെ കട്ടബൊമ്മൻ എന്ന സിനിമയിൽ ദേവയുടെ സംഗീതത്തിലുള്ള മനോഹരമായൊരു ഗാനമാണ്. നമ്മളുടെ SPB സാറും ചിത്രചേച്ചിയുമാണ് അത് പാടിയിരിക്കുന്നത്. പ്രിയ പ്രിയാവോ പ്രിയ ഓ പ്രിയ പ്രിയാവോ പ്രിയ പ്രിയ പ്രിയാവോ പ്രിയ ഓ പ്രിയ പ്രിയാവോ പ്രിയ അടിമാങ്കനി പൂങ്കുടമേ പുതുമാതുളി തേൻ സരമേ എൻ മാർബനിലാടിടും താമரை പൂവേ പ്രിയ പ്രിയാവോ പ്രിയ, ആ ഗാനം. അതുപോലെ തന്നെ കറുത്തമ്മ എന്ന സിനിമയിൽ അത് നമ്മുടെ സ്വർണ്ണലത, നമുക്ക് നഷ്ടപ്പെട്ട മഹാഗായിക, അവർക്ക് ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടിയ ഗാനമാണ് റഹ്മാൻ സാറിൻ്റെ സംഗീതത്തിൽ. പോരാളെ പൊണ്ണ് തായെ പൊല പൊല വെன்று കണ്ണീർ വിട്ട് തണ്ണീരും സോറും തന്ത മണ്ണ് വിട്ട്, ആ ഗാനം. ഇനി ഇളയരാജ സാറിലേക്ക് പോയി കഴിഞ്ഞാലും ഒരുപാട് ഗാനങ്ങളാണ്. ഇതയം ഒരു കോവിൽ അതിലുദയം ഒരു പാടൽ ഇതിൽ വാഴും ദേവിനി ഇസയെ മലരായ് നാളും സൂற்றுവേൻ, ആ ഗാനം. അതുപോലെ രാജാ സാറിൻ്റെ മറ്റൊരു ഗാനമാണ് വന്ദതേ ഓ കുങ്കുമം തന്തതേ ഓ സമ്മതം വാൻമേഘം തേൻ തൂവും, ആ ഗാനം. എത്ര മനോഹരമായിട്ടാണ് ചിത്രചേച്ചി അത് പാടിയിരിക്കുന്നത്. ഇനി ലളിതഗാനങ്ങളിലേക്ക് പോയാലും ഒരുപാട് ഗാനങ്ങളാണ് മോഹനരാഗത്തിലുള്ളത്.
എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു. എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. രവീന്ദ്രൻ മാഷിൻ്റെ അതിസുന്ദരമായ സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സംഗീതമാണ് മുടിപ്പൂക്കൾ വാടിയാലെന്തോമലേ നിൻ്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമലേ. ആ ഗാനം ഇനി സംസ്ഥാന തലങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കുട്ടിയ മറ്റൊരു ലളിതഗാനമാണ്. സുജാത ചേച്ചിയാണ് പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. മോഹനരാഗതരംഗം മതിമോഹനം മാനസം തഴുകി. ആ ഗാനം അതിൽ മോഹനരാഗത്തിൻ്റെ മുദ്ര കൂടി വരുന്നു. ഇനി ഭക്തിഗാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയില്ല, അത്രയധികം ഗാനങ്ങൾ ഭക്തിഗാനത്തിലുമുണ്ട്. നമ്മളുടെ ഏവരുടെയും ഈശ്വരതുല്യനായ സംഗീതജ്ഞൻ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി മനോഹരമായ ഗാനം ചെയ്തിട്ടുണ്ട്. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകനാമം. ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾക്കാപാദചൂഢമധുരം. ആ ഗാനം അതുപോലെ നമ്മളുടെ കലാരത്നം ജയൻ സാറ് ചെയ്ത മനോഹരമായ ഗാനമാണ് ദ്വാരപാലന്മാരടച്ചിട്ട ദക്ഷിണ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ കാറുളിപ്പൂമുഖം കാണാൻ കൊതിച്ചെത്തും എൻ വിളിയെന്തേ നീ കേട്ടില്ല. ഹരേ കൃഷ്ണ. ദാസേട്ടൻ തേനൂലുന്ന ശബ്ദത്തിൽ പാടിയിട്ടുള്ള ഗാനങ്ങളാണതൊക്കെ. ഇനി സംഗീതത്തിൻ്റെ കുലപതിയായ നമ്മുടെ TSC ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞാൽ തീരില്ല. ദാസേട്ടൻ തന്നെ പാടിയ ഭജനം സാമഭജനം ഭജനം സ്വാമി ഭജനം, ആ ഗാനം. അതുപോലെ തന്നെ ദാസേട്ടൻ തന്നെ പാടിയ മറ്റൊരു ഗാനം, അതും രാഗമാലികയാണത്. അതിൻ്റെ പല്ലവി വരുന്നത് മോഹനരാഗമാണ്. അതും TSCയുടെ അതുല്യമായ സംഗീതമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിലുണർന്നും ഉദയാർക്ക ബ്രഹ്മബീജം വിടർത്തും ശരണമന്ത്രങ്ങളാൽ സാന്ദ്രഗംഭീരമാം ഗായത്രി പകർന്നും. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ തീരാത്തത്ര അലകടൽ പോലെ കിടക്കുകയാണ് മോഹനരാഗം. സത്യത്തിൽ ഇതൊക്കെ മോഹനരാഗത്തിലുള്ള ഗാനങ്ങളുടെ ഒരു എന്താ പറയുക 10% പോലും എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയധികം ഗാനങ്ങളാൽ സമ്പന്നമാണ് മോഹനരാഗം. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിസുന്ദരമായ ഈ രാഗത്തിൻ്റെ വൈഭവം പറഞ്ഞാൽ തീരില്ല. ഈ രാഗത്തിൻ്റെ മനോഹാരിത അറിയാൻ നിങ്ങൾ ഈ രാഗത്തിലെ കീർത്തനങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ ഗാനങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇതിലെ അതിമധുരമായ ധാരാളം ഗാനങ്ങൾ ഒരുപാട് ഇനിയുമുണ്ട്. അത് കണ്ടെത്തി കമൻറ്റിലൂടെ അറിയിക്കുക. അത് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. നമുക്ക് NSK രാഗപരിചയത്തിൽ പുതിയ പുതിയ സംഗീത വിശേഷങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനിൽ.